ഹായ് നമസ്കാരം പ്രിയപ്പെട്ട സിനിമാ സ്നേഹികളെ. ഈ ആഴ്ചത്തെ സിനിമ റിവ്യൂവിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഈ ആഴ്ച പ്രധാനമായും 3 സിനിമകളാണ് റിലീസായിരിക്കുന്നത് വെള്ളിയാഴ്ച. അതിലൊന്ന് കണിമംഗലം കോവിലകം ആണ്. രണ്ടാമത്തേത് രുദ്ര എന്നൊരു പടമാണ്. മൂന്നാമത്തെ ചിത്രം പുഷ്പാങ്കദൻ്റെ ഒന്നാം സ്വയംവരമാണ്. മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ട ഒന്നാണ് ഐതിഹ്യങ്ങളും തറവാട്ട് കഥകളും പശ്ചാത്തലമാകുന്ന സിനിമകൾ. ആ നിരയിലേക്ക് ഹൊറർ കോമഡി എന്ന ജനപ്രിയ ഗണത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എത്തിയ ഒരു ചിത്രമാണ് കണിമംഗലം കോവിലകം എന്ന സിനിമ. രാജേഷ് മോഹനാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. മലയാളത്തിൽ മുമ്പിറങ്ങിയിട്ടുള്ള അടി കപ്പ്യാരെ കൂട്ടമണി പോലുള്ള സിനിമകളുടെ ഒരു വേഗതയും ഊർജവും ഈ ചിത്രത്തിനുണ്ട്. ശ്രീജിത്ത് പണിക്കർ തയ്യാറാക്കിയ തിരക്കഥയിൽ പഴയ ഒരു കോവിലകത്തെ ചുറ്റിപ്പറ്റിയുള്ള നിഗൂഢതകളെ വളരെ രസകരമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഗൗരവമേറിയ ഹൊറർ സീനുകളിൽ നിന്ന് പെട്ടെന്ന് ഹാസ്യത്തിലേക്ക് മാറുന്ന രീതി പ്രേക്ഷകരെ ഒട്ടും മടുപ്പിക്കാതെ തന്നെ ആണ് ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത്. പഴയ കണിമംഗലം കോവിലകത്തിന് തൊട്ടടുത്തുള്ള ഒരു ഹോസ്റ്റലിൽ താമസിക്കുന്ന കുറച്ച് യുവാക്കളിലൂടെയാണ് കഥ തുടങ്ങുന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവർക്ക് കോവിലകത്തിനുള്ളിൽ പ്രവേശിക്കേണ്ടി വരുന്നു. അവിടെ അവർ അഭിമുഖീകരിക്കുന്ന അമാനുഷിക ശക്തികളും ആ ശക്തികളെ നേരിടാനായിട്ട് അവർ നടത്തുന്ന വിഫലമായ ശ്രമങ്ങളുമാണ് സിനിമയുടെ കാതൽ. വെറുമൊരു പ്രേതകഥ എന്നതിലുപരി ആ കോവിലകത്തിന് പറയാനുള്ള ഒരു ഭൂതകാലവും സിനിമ മനോഹരമായി ചർച്ച ചെയ്യുന്നുണ്ട്. പ്രധാന താരങ്ങൾ അജ്മൽ ഖാൻ, അബി കൃഷ്, മുഹമ്മദ് റാഫി, ശരത് സഭ എന്നിവരാണ് യുവാക്കളുടെ വേഷത്തിൽ എത്തുന്നത്. ഇവരുടെ നർമ്മം കലർന്ന സംഭാഷണങ്ങളാണ് സിനിമയുടെ പകുതി വിജയവും എന്ന് പറയേണ്ടിയിരിക്കുന്നു. നായികയായിട്ട് വരുന്നത് അനഘ നാരായണനാണ്. അവർ അവതരിപ്പിച്ച കഥാപാത്രം സിനിമയുടെ നിഗൂഢത നിലനിർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. മറ്റു വേഷങ്ങളെല്ലാം തന്നെ വളരെ നന്നായിട്ടുണ്ട്. പ്രത്യേകിച്ച് കാരണവരൊക്കെയായിട്ട് എത്തിയ ആ ഒരു പ്രകടനവും ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. സംഗീതത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഡോൺ വിൻസെൻ്റ് ഒരുക്കിയ സംഗീതം സിനിമയുടെ ആത്മാവാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഹൊറർ സിനിമകളിൽ ശബ്ദത്തിനുള്ള പ്രാധാന്യം ഈ സിനിമയിൽ കൃത്യമായിട്ട് തിരിച്ചറിയാം. കോവിലകത്തിൻ്റെ ഇരുളടഞ്ഞ ഇടനാഴികളും രാത്രികാല ദൃശ്യങ്ങളും വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു. ലൈറ്റിങ്ങിന് നൽകിയ പ്രാധാന്യം പ്രേക്ഷകർക്ക് ഒരു പ്രത്യേക ഫീൽ തന്നെ നൽകുന്നുണ്ട്. സാമൂഹിക ഒരു സന്ദേശം നോക്കുവാണെങ്കിൽ എല്ലാ ഹൊറർ സിനിമകളെയും പോലെ തന്നെ തിന്മയുടെ മേൽ നന്മ നേടുന്ന വിജയം ഇതിലുമുണ്ട്. എന്നാൽ അതിലുപരി ഭയം എന്നത് നമ്മുടെ മനസ്സിൻ്റെ തോന്നലാണ് എന്ന സന്ദേശം ഈ ചിത്രം നൽകുന്നുണ്ട്. അന്ധവിശ്വാസങ്ങളെയും ആചാരങ്ങളെയും പുതിയ തലമുറ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതും ചിത്രം ലളിതമായി പറഞ്ഞു പോകുന്നു. യുവതലമുറയെയും കുടുംബങ്ങളെയും ഒരുപോലെ തന്നെ തൃപ്തിപ്പെടുത്തുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജാണ് കണിമംഗലം കോവിലകം. തമാശയും പേടിയും ഒരേ അളവിൽ ആഗ്രഹിക്കുന്നവർക്ക് ഈ സിനിമ തീർച്ചയായിട്ടും ഒരു മികച്ച വിരുന്നായിരിക്കും. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് രുദ്ര എന്ന ചിത്രത്തിനെ കുറിച്ചാണ്. രുദ്ര എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ആവേശം ജ്വലിപ്പിക്കുന്ന ഒരു ചലച്ചിത്രമാണിത്. സാധാരണ ഒരു ആക്ഷൻ സിനിമ എന്നതിലുപരി സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ശബ്ദമായിട്ട് ഈ ചിത്രം മാറുന്നു. നീതിക്ക് വേണ്ടി പോരാടുന്ന ഒരാളുടെ കഥ എന്നതിലുപരി മനുഷ്യത്വത്തിൻ്റെ വലിയൊരു സന്ദേശം തന്നെ ഈ സിനിമ മുന്നോട്ട് വെക്കുന്നുണ്ട്. സജീവ് കിളിക്കുളമാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. വളരെ റിയലിസ്റ്റിക്കായ ആക്ഷൻ രംഗങ്ങളും വൈകാരികമായ നിമിഷങ്ങളും കോർത്തിണക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചിരിക്കുന്നു. ഒരു ഗ്രാമത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് ആരംഭിച്ച് വലിയൊരു സാമൂഹിക പ്രശ്നത്തിലേക്ക് കഥയെ വളർത്തിയ രീതി അത്ഭുതകരമാണ്. സംഭാഷണങ്ങളിലെ മൂർച്ച ഈ സിനിമയുടെ വലിയൊരു പ്ലസ് പോയിൻ്റാണ്. വികസനത്തിൻ്റെ പേരിൽ പ്രകൃതിയെയും പാവപ്പെട്ട മനുഷ്യരെയും ചൂഷണം ചെയ്യുന്ന ഒരു വലിയ മാഫിയക്കെതിരെയുള്ള പോരാട്ടമാണ് കഥ. നഗരത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു മലയോര പ്രദേശം, അവിടുത്തെ മണ്ണും വെള്ളവും കവരാനായിട്ട് ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ രുദ്ര എന്ന കഥാപാത്രം നടത്തുന്ന ഒറ്റയാൾ പോരാട്ടമാണ് ഈ സിനിമ. ഇത് വെറുമൊരു ശാരീരികമായ പോരാട്ടമല്ല, മറിച്ച് ബുദ്ധിയും തന്ത്രങ്ങളും ഉപയോഗിച്ചുള്ള ഒരു യുദ്ധമാണ്. പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു ജനതയുടെ അതിജീവനത്തിൻ്റെ കഥ കൂടിയാണിത്. നിഷി ഗോവിന്ദാണ് രുദ്ര എന്ന കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. വളരെ പക്വതയുള്ളതും എന്നാൽ തീപ്പൊരി ചിതറുന്നതുമായ പ്രകടനമാണ് നിഷി കാഴ്ചവെച്ചത്. ആക്ഷൻ സീനുകളിലെ അനായാസത എടുത്തു പറയേണ്ടതാണ്. ഇതിലെ മൂപ്പൻ എന്ന കഥാപാത്രം സിനിമയുടെ നട്ടലാണ്.
ഗ്രാമത്തിലെ ഓരോ സാധാരണക്കാരനായി അഭിനയിച്ചവരും തങ്ങളുടെ ഈ വേഷമൊക്കെ വളരെ ഗംഭീരമാക്കിയിട്ടുണ്ട്. വില്ലൻ എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരു കോർപ്പറേറ്റ് വില്ലനാണ്. ക്രൂരത നിറഞ്ഞ അഭിനയം കൊണ്ട് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയ്ക്ക് പശ്ചാത്തല സംഗീതം എത്രത്തോളം പ്രധാനമാണെന്ന് ഈ സിനിമ കാണിച്ചു തരുന്നുണ്ട്. രോമാഞ്ചം നൽകുന്ന മ്യൂസിക് ബീറ്റുകൾ ഓരോ സംഘടന രംഗത്തെയും ആവേശഭരിതമാക്കുന്നു. സിനിമയുടെ കഥാഗതിക്ക് തടസ്സമാകാത്ത രീതിയിലുള്ള 2 പാട്ടുകൾ മാത്രമേ ഇതിലുള്ളൂ. അത് കഥയുമായി അത്രമേൽ ഇഴുകിച്ചേർന്ന് തന്നെ നിൽക്കുന്നുണ്ട്. സാമൂഹിക സന്ദേശം നോക്കുകയാണെങ്കിൽ മണ്ണും പെണ്ണും പ്രകൃതിയും വിൽക്കാനുള്ളതല്ല, മറിച്ച് സംരക്ഷിക്കപ്പെടാനുള്ളതാണ് എന്ന വലിയൊരു സന്ദേശമാണ് സിനിമ നൽകുന്നത്. അധികാരം കയ്യിലുള്ളവർ സാധാരണക്കാരെ അടിച്ചമർത്താനായിട്ട് ശ്രമിക്കുമ്പോൾ അവർക്കിടയിൽ നിന്ന് തന്നെ ഒരു രുദ്ര ഉയർത്തെഴുന്നേൽക്കും എന്ന് സിനിമ ഓർമ്മിപ്പിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യവും ഈ സിനിമ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. സിനിമയുടെ സാങ്കേതിക തികവ് നോക്കുവാണെങ്കിൽ, ഛായാഗ്രഹണം നോക്കുവാണെങ്കിൽ കാടിൻ്റെയും മലയുടെയും ഭംഗിയും അതേസമയം അവിടുത്തെ ഭീകരതയും ഒപ്പിയെടുക്കാൻ ക്യാമറയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ലാഗില്ലാത്ത ആ ഒരു എഡിറ്റിംഗ് രീതി സിനിമയുടെ വേഗത നിലനിർത്തുന്നതിൽ സഹായിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് പുഷ്പാങ്കദൻ്റെ ഒന്നാം സ്വയംവരം എന്ന ഒരു പടമാണ്. ഗൗരവമേറിയ സിനിമകൾക്കിടയിൽ മനസ്സ് തുറന്ന് ചിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു മരുന്നാണ് ഈ ചിത്രം. ഒരു നാട്ടിൻ പുറത്തിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ സാധാരണമായ ഒരു പ്രമേയത്തെ എത്രത്തോളം രസകരമായി അവതരിപ്പിക്കാമെന്ന് ഈ സിനിമ കാണിച്ചു തരുന്നു. പുഷ്പാങ്കദൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു കൗതുകം ഉണർത്താൻ അണിയറ പ്രവർത്തകർക്ക് സാധിച്ചിട്ടുണ്ട്. സുരേന്ദ്രൻ പയ്യനാക്കലാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. അനാവശ്യമായ നാടകീയതകളില്ലാതെ തന്നെ തികച്ചും സ്വാഭാവികമായ രീതിയിൽ കഥ പറയാനായിട്ട് അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ട്. നാട്ടിൻപുറത്തെ തനതായ ഭാഷാശൈലിയും തമാശകളും തിരക്കഥയിൽ ഉടനീളം കാണാം. ചെറിയ കാര്യങ്ങളിൽ നിന്ന് പോലും വലിയ ചിരി ഉണർത്തുന്ന സംഭാഷണങ്ങളാണ് ഈ സിനിമയുടെ കരുത്ത് എന്ന് പറയുന്നത്. 45 വയസ്സായിട്ടും വിവാഹം നടക്കാത്ത പുഷ്പാങ്കദൻ എന്ന മില്ലുടമയുടെ കഥയാണിത്. നാട്ടുകാരുടെ പരിഹാസവും വീട്ടുകാരുടെ നിർബന്ധവും കാരണം പുഷ്പാങ്കദൻ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു. എന്നാൽ ഓരോ ആലോചന വരുമ്പോഴും ഉണ്ടാകുന്ന അപ്രതീക്ഷിതമായ തടസ്സങ്ങളും പുഷ്പാങ്കദൻ്റെ നിഷ്കളങ്കമായ പ്രവൃത്തികൾ കാരണം സംഭവിക്കുന്ന അബദ്ധങ്ങളുമാണ് സിനിമയെ മുന്നോട്ട് നയിക്കുന്നത്. സിനിമയുടെ അവസാന ഭാഗത്ത് പുഷ്പാങ്കദൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയും അത് ഉണ്ടാക്കുന്ന മാറ്റങ്ങളും ഹൃദയസ്പർശിയായിട്ട് തന്നെ ചിത്രീകരിച്ചിരിക്കുന്നു. പുഷ്പാങ്കദനായി വേഷമിടുന്നത് ഉണ്ണി രാജയാണ്. തൻ്റെ നിസ്സഹായ അവസ്ഥയും നിഷ്കളങ്കതയും അഭിനയത്തിലൂടെ അദ്ദേഹം മനോഹരമായി പ്രകടിപ്പിച്ചിട്ടുണ്ട്. പ്രേക്ഷകർക്ക് അവരിലൊരാളായി പുഷ്പാങ്കദനെ തോന്നും വിധമുള്ള പ്രകടനമായിരുന്നു അത് എന്ന് തോന്നിയിട്ടുണ്ട്. നിമിഷ ബിജോ ആണ് നായികയായിട്ട് എത്തുന്നത്. വളരെ ശാന്തമായ എന്നാൽ കരുത്തുറ്റ ഒരു വേഷമാണ് നിമിഷയുടേത്. പുഷ്പാങ്കദൻ്റെ കൂട്ടുകാരായി എത്തിയവരും നാട്ടുകാരായി അഭിനയിച്ചവരുമൊക്കെ സിനിമയുടെ കോമഡി ട്രാക്ക് കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ശ്രീജിത്ത് റാം ഒരുക്കിയ ഗാനങ്ങൾ ലളിതവും മനോഹരവുമാണ്. പ്രത്യേകിച്ച് സിനിമയിലെ കല്യാണപ്പാട്ട് ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ തരംഗമായി കഴിഞ്ഞു. ഗ്രാമീണ സൗന്ദര്യം തുളുമ്പുന്ന ദൃശ്യങ്ങൾക്ക് സംഗീതം വലിയ മാറ്റേകുന്നുണ്ട്. ഈ സിനിമ പ്രധാനമായും 2 കാര്യങ്ങളാണ് സമൂഹത്തിന് സന്ദേശമായിട്ട് നൽകുന്നത്. പ്രായം വെറും അക്കമാണ്, വിവാഹത്തിനും പ്രണയത്തിനും പ്രായം ഒരു തടസ്സമല്ല എന്ന സന്ദേശം ഹാസ്യത്തിൻ്റെ അകമ്പടിയോടെ സിനിമ നൽകുന്നു. ഒരാളുടെ രൂപത്തെയോ പ്രായത്തെയോ നോക്കി പരിഹസിക്കുന്ന സമൂഹത്തിൻ്റെ രീതിയെ സിനിമ വിമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും സ്നേഹിക്കപ്പെടാനും ഒരു പങ്കാളിയെ കണ്ടെത്താനും അവകാശമുണ്ടെന്ന് ചിത്രം ഓർമ്മിപ്പിക്കുന്നു. കുടുംബത്തോടൊപ്പം ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു ക്ലീൻ എൻ്റർടൈനറാണ് പുഷ്പാങ്കദൻ്റെ ഒന്നാം സ്വയംവരം എന്ന ഈ സിനിമ. കണ്ടിറങ്ങുമ്പോൾ മുഖത്തെ ഒരു പുഞ്ചിരിയും മനസ്സിൽ നല്ലൊരു കുളിർമയും ഈ ചിത്രം ബാക്കി വയ്ക്കുന്നു എന്നതിൽ സംശയമില്ല. ഇനി നിങ്ങൾ തീരുമാനിക്കൂ, ഈ ആഴ്ചയിലെ ഏറ്റവും നല്ല സിനിമ ഏതാണ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയ വിശേഷവുമായി അടുത്ത ആഴ്ച കാണുന്നതുവരെ ദിസ് ഈസ് പ്രവീൺ ശ്രീരംഗം. ടേക്ക് കെയർ. ബൈ ബൈ.